അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പിന്നെ ഞാൻ മുമ്പ് വീഡിയോയിൽ ബോഗൻവില്ലാസ് ഒക്കെ കാടായി നിൽക്കുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ഇത് എത്രത്തോളം പ്രൂൺ ചെയ്യണം എന്നുള്ളൊരു സംഗതി ഞാൻ പറഞ്ഞു തരാം. മഴക്കാലമായാൽ ഇങ്ങനെ വളരാൻ സമ്മതിക്കരുത്. ഇത് നല്ലോണം ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. ഇത് വളരുന്നതിനനുസരിച്ച് വീണ്ടും ഇത് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് പ്രൂൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലോ ഇത്ര അടിയിലാക്കിക്കാണ്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നതിന് ഒരു പേടിയും പഠിക്കണ്ട. വീണ്ടും ഇതേപോലെ വരും. അപ്പോൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ പൂവിടുന്ന കാലമാകുമ്പോൾ മാത്രം വളം ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വളം ചെയ്ത് കൊടുത്താൽ ഒന്നായിട്ട് വളരും. അപ്പോൾ ഈ കാലത്ത് എന്തായാലും ഇത് പൂവ് ഇടുന്ന സമയമല്ലല്ലോ. പൂവിടുന്ന സീസണിൽ വളം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഹാർഡ് പ്രൂണിങ് ചെയ്യുക കേട്ടോ. ഇത്ര കുറ്റിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഇതേപോലെ വീണ്ടും തളിര് വരും. അപ്പോൾ ഈ ഒരു ഹൈറ്റിലൊക്കെ എത്തുമ്പോൾ വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഭയങ്കര കടവണ്ണായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്നത്. ഇത്ര ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ബോഗൻവില്ലാസൊക്കെ ഇങ്ങനെ ഉള്ളവരൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തോളുണ്ടോ എങ്കിലുള്ളൂ ഇതിൻ്റെ അടിഭാഗം നല്ല വണ്ണത്തിൽ വന്ന് നല്ല ഫ്ലവർ ഇടുള്ളൂ. ഫ്ലവറിങ് ടൈം ആകുമ്പോൾ നല്ല ഫ്ലവർ ഇടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.